പ്രൈസ് ദി ലോർഡ്. എൻ്റെ പ്രിയരെല്ലാം സുഖമായിരിക്കുന്നല്ലോ. കർത്താവ് നിങ്ങളെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഈ പുതിയ വർഷം കർത്താവിൽ ആശ്രയിച്ച് യേശുവിനെ ഒത്തിരി സ്നേഹിച്ച് മുന്നോട്ട് പോകുവാൻ ഹോളി സ്പിരിറ്റ് നിങ്ങളെ ഓരോരുത്തരെയും ബലപ്പെടുത്തുമാറാകട്ടെ. 1 കൊരിന്ത്യർ 1-ാം അധ്യായം അതിൻ്റെ 9-ാം വചനത്തിൽ ഇപ്രകാരം എഴുതിയിരിക്കുന്നു: തൻ്റെ പുത്രനും നമ്മുടെ കർത്താവുമായ യേശുക്രിസ്തുവിൻ്റെ കൂട്ടായ്മയിലേക്ക് നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ. പ്രിയപ്പെട്ടവരെ, നിങ്ങളെ വിളിച്ച ദൈവം വിശ്വസ്തൻ, അന്ത്യം വരെ കാക്കുവാൻ ശക്തൻ. വഴിമധ്യേ അവിടുന്ന് വിട്ടേച്ചു പോകത്തില്ല. അബ്രഹാമിനെ കാണിപ്പാനിരിക്കുന്ന ദേശത്തേക്ക് വിളിച്ചിറക്കി പുറപ്പെടുവിച്ച പിതാവാം ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയുണ്ട്. കഴിഞ്ഞ നാളുകളിൽ പോകാത്തിടത്ത്, കഴിഞ്ഞ നാളുകളിൽ ചെയ്യാത്ത കാര്യങ്ങൾ ചെയ്യുവാൻ, ഇതുവരെ ഓപ്പറേറ്റ് ചെയ്യാത്ത കൃപാവരങ്ങളാൽ നിറയപ്പെട്ട്, അഭിഷേകത്താൽ നിറയപ്പെട്ട് അനേകരെ ക്രിസ്തുവിലേക്ക് നയിക്കുവാൻ ഈ പുതുവർഷം നിങ്ങളെ ദൈവം ഉപയോഗിക്കുമാറാകട്ടെ. വർഷത്തിൻ്റെ ഓരോ ദിവസവും ഓരോ നിമിഷവും ദൈവികമായ സമാധാനത്താൽ കർത്താവ് നിങ്ങളെ കാക്കുമാറാകട്ടെ. അതേ പ്രിയപ്പെട്ടവരെ, അബ്രഹാമിനെ വിളിച്ചിറക്കിയപ്പോൾ തനിക്ക് തൻ്റെ ഭാവിയെക്കുറിച്ച് ഒരു ബോധ്യവുമില്ലായിരുന്നു. പക്ഷെ തനിക്ക് ഒന്ന് ഉറപ്പായിരുന്നു: തന്നെ വിളിച്ചിരിക്കുന്ന ദൈവം വിശ്വസ്തനാണെന്ന്. ഇങ്ങോട്ട് നോക്കിക്കേ, നിങ്ങളോട് പരിശുദ്ധാത്മാവിൽ ഞാൻ പറയട്ടെ, നാളെക്കുറിച്ച് വലിയ അറിവൊന്നുമില്ലായിരിക്കാം, എപ്രകാരമാകും എന്നൊന്നും അറിയത്തില്ലായിരിക്കാം. പക്ഷേ ഒരു കാര്യം ഉറപ്പാ: നിങ്ങളെ വിളിച്ചിറക്കിയ ദൈവം വിശ്വസ്തൻ. ആകാശവും ഭൂമിയും മാറിപ്പോയാലും ദൈവത്തിന്റെ സ്വഭാവത്തിനോ വാക്കുകൾക്കോ മാറ്റമില്ല. ലോകാവസാനത്തോളം എല്ലാ നാളും ഞാൻ നിന്റെ കൂടെ ഇരിക്കാം എന്ന് പറഞ്ഞ അപ്പായുടെ തിരു സാന്നിധ്യം ഉറപ്പായിട്ടും കൂടെ ഇരിക്കും. കഴിഞ്ഞ നാളുകളിൽ നമ്മൾ അത് അനുഭവിച്ചതല്ലേ. ഇനിയും മേലാലും നിശ്ചയമായും ദൈവിക കരങ്ങളിൽ നിങ്ങൾ സുരക്ഷിതമായിരിക്കും. അപ്പോൾ ഈ പുതുവർഷം ഏറ്റവും അനുഗ്രഹമാകട്ടെ. ഓരോ നിമിഷവും സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ആകട്ടെ. നന്ദിയുള്ള ഹൃദയത്തോടെ ഓരോ രാത്രിയും ഉറങ്ങി രാവിലെ എഴുന്നേറ്റ് കർത്താവിനെ സ്തുതിപ്പാൻ എൻ്റെ പ്രിയരെ എല്ലാം കർത്താവ് സഹായിക്കട്ടെ. പുതിയ അനുഗ്രഹങ്ങൾ, പുതിയ ശുശ്രൂഷകൾ, പുതിയ കൃപകൾ, ആരോഗ്യത്തിൽ പുതുമ, എല്ലാവിധ നന്മകളിലും പുതുക്കം പരിശുദ്ധാത്മാവ് നിങ്ങൾക്ക് നൽകുമാറാകട്ടെ. പ്രാർത്ഥിക്കാം. പരിശുദ്ധ പിതാവേ, അങ്ങാണ് ഞങ്ങളെ വിളിച്ചത്. അവിടുന്ന് വിശ്വസ്തനാണ്. അങ്ങേക്ക് ഒരിക്കലും മാറ്റമില്ല. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു, ഞങ്ങൾ അങ്ങയെ ബഹുമാനിക്കുന്നു. അപ്പാ, ഈ ഒരു വർഷം മുഴുവനും ജീവിപ്പാൻ ആവശ്യമായ ദൈവകൃപ ഞങ്ങളുടെ മേൽ അങ്ങ് പകരണമേ. അവിടുത്തെ ആലോചന പ്രകാരം ഞങ്ങൾ ജീവിക്കട്ടെ. അങ്ങയുടെ ഇഷ്ടം ഞങ്ങളുടെ ജീവിതത്തിൽ നിറവേറട്ടെ. എൻ്റെ പ്രിയപ്പെട്ടവരുടെ ജീവനും ഭക്തിക്കും ആവശ്യമായ സകലവിധ നന്മകളും അവിടുന്ന് കൽപ്പിച്ചിരിക്കയാൽ സ്തോത്രം. ഒരു നന്മയ്ക്കും കുറവില്ലാതെ, ഒന്നിനും മുട്ടില്ലാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ സമൃദ്ധിയോടെ അങ്ങ് നടത്തുമാറാകണമേ. അവരുടെ വീടുകളിൽ സന്തോഷവും സമാധാനവും നിറഞ്ഞു കവിയട്ടെ. ഹല്ലേലൂയ. ഭൗതിക നന്മകളാൽ സ്വർഗം ഓരോരുത്തരെയും നിറയ്ക്കണമേ. ഞങ്ങൾ അങ്ങയെ സ്നേഹിക്കുന്നു. ഈ വർഷത്തിന്റെ ഓരോ ദിവസവും ഞങ്ങൾക്ക് അങ്ങയെ കൂടുതൽ സ്നേഹിക്കണം. അങ്ങയുമായിട്ടുള്ള ഇന്റിമസി ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണം നാഥ. ഹല്ലേലൂയ. ഈ പുതുവർഷം അങ്ങയുടെ വരവാണെങ്കിൽ ഞങ്ങളുടെ ആരുടെയും ആത്മാവ് നഷ്ടമാകാതെ അങ്ങ് ഞങ്ങൾക്കായി ഒരുക്കുന്ന നിത്യതയിൽ ചേരുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. അതിനാൽ ഞങ്ങളെ ഓരോരുത്തരെയും വിധേയപ്പെടുത്തുന്നപ്പാ. ഞാൻ എൻ്റെ പ്രിയരെ അനുഗ്രഹിക്കുന്നു. മഹത്വ അപ്പായിക്ക് യേശുവിൻ നാമത്തിൽ തന്നെ. ആമേൻ. Bless you.